ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മറ്റൊരു കോളേജ് റമദാൻ വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ലോങ് ജേണിയൊക്കെ ആയിട്ട് ബസ്സിലൊക്കെ കയറി ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും പൊതുവേ കുട്ടികളൊക്കെ കുറവാണ്. ഇത് കണ്ടില്ല, ബെഞ്ചൊക്കെ ഫുൾ കാലിയാണ്. ഒരു സൈഡിൽ ഒരു 2-3 ബെഞ്ചിൽ കുട്ടികളുണ്ട്, അതും 2-3 കുട്ടികളൊക്കെ. അങ്ങനെ ചേച്ചിനോടും കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇതാ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സാറ് ക്ലാസ്സൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഇങ്ങനെ നോക്കിയപ്പോൾ ഇമ്മ പുറത്ത് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതാ ബ്രെഡ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ 7up, ഇൻഡോമി നൂഡിൽസ്, സ്വിസ്സിൻ്റെ നമ്മുടെ സമൂസ ഷീറ്റ്, അതുപോലെ തന്നെ നല്ല കാരക്കയല്ല, അതുപോലെ തന്നെ ഈത്തപ്പഴമല്ല, ആ ഒരു സ്റ്റേജിലുള്ള ഒരു ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇൻഡോമിയുടെ ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ബത്തക്കൊക്കെ ഒരു ഫുൾ ബത്തക്ക തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ബത്തക്കൊക്കെ ഇപ്പോൾ റമദാനാകുമ്പോൾ നല്ല ചിലവാണ്. നമ്മൾ കുറേ അത് രാത്രി എടുത്ത് കഴിക്കും, അതുപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെയും കഴിക്കും. മോൾക്ക് വേണ്ടി ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ ഇതാ നല്ല ബ്ലാക്ക് ഗ്രേപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. നേന്ത്രപ്പഴവും ഉരുളക്കിഴങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് സ്ഥിരം ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് പച്ചക്കറി വണ്ടി അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 2 മാസത്തിന് 1 മാസത്തിനുള്ള പച്ചക്കറീസ് ആണെങ്കിലും അല്ല അങ്ങനെ അത് വാങ്ങും. പിന്നെ ഇതാ 7up, പെപ്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ സംഭവം ഒന്നും ഞാൻ തൊടൂല കേട്ടോ, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. എനിക്ക് താല്പര്യമില്ല അത് കുടിക്കാൻ, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ മാഗി ക്യൂബൊക്കെ ഉണ്ടല്ലോ, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ മന്തിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതും കൂടി ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതാ നല്ല ചേനയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചേന ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്യണ പോലെ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. അത്താഴത്തിനൊക്കെ എണീക്കുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അതിന് ശേഷം ഇതാ ഓറിയോ ബിസ്ക്കറ്റ്, അങ്ങനത്തെ ബിസ്ക്കറ്റ് ഐറ്റംസും അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒതുക്കി വെക്കേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ. സംഭവം വല്ല ടാസ്ക്കുള്ള പണിയൊന്നുമല്ലെങ്കിലും ചെറിയതായിട്ടൊരു ടാസ്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുവച്ചാൽ മതി. മാത്രമല്ല ഇന്നിപ്പോൾ നോമ്പിന് ഞാനൊരു പണിക്കും ഇറങ്ങിയിട്ടില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, കോളേജ് വിട്ട് വരുമ്പോൾ തന്നെ ആകെ ക്ഷീണത്തിലാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിയണത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാനിന്ന് അടുക്കളയ്ക്ക് ആ ഒരു ഭാഗത്തേക്കേ പോയില്ല. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ചെയ്ത് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ മസാല മോരുണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. സാധനത്തിന് 20 രൂപ അങ്ങനെ ഉള്ളൂ. പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇത് കുടിച്ചപ്പോൾ ഫീൽ ചെയ്തു. കാരണം 5 രൂപൻ്റെയും 10 രൂപൻ്റെ ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിനൊന്നും ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് അത് കിട്ടലില്ല. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. അങ്ങനെ അതൊരു 4-5 കുപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോന്നും ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഇതിങ്ങനെ ഓരോന്ന് ചീസിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സംഭവം എനിക്ക് തീരെ പോകില്ല. ചീസ്, നെയ്യ്, ഡാൽഡ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ തീരെ തൊടില്ല. അപ്പോൾ അത് താത്തെടുത്താൽ തോന്നുന്നു. എനിവേ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പെരുന്നാൾക്ക് നോക്കിയാൽ മതിയാവും. അങ്ങനെ എന്തായാലും അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചിട്ടതിന് ശേഷം ഞാൻ അടുത്ത പരിപാടിക്ക് തുടങ്ങി. ഒന്ന് ബ്രെഡ് കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു ചീസൊക്കെ കൊടുക്കുന്നതല്ല, അപ്പോൾ ചീസ് വെച്ചിട്ട് ഒരു ഇങ്ങനെ ബ്രെഡ് ചീസാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് താത്ത അവിടെ അങ്ങനെ അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. സംഭവം സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. പക്ഷേ ഞാനത് കഴിച്ചിട്ട് തന്നെയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചീസ് വലിയ ഇഷ്ടമല്ല. ഇമ്മ ഇവിടെ ആണെങ്കിൽ നല്ല ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബ്രെഡും കൂടിയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് പൊട്ടാറ്റോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ വെജീസും ആഡ് ചെയ്യാം, പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത പരിപാടിയിലാണ്. അപ്പോൾ മന്തിക്കുള്ള മസാലയും കൂടി ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കാരണം കുറേ ദിവസമായി മന്തിയൊക്കെ വെച്ചിട്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറന്ന ഉടനെ നമ്മൾ കഴിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചതാണ്. അപ്പോൾ അതിനുള്ള മസാല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ആ റൈസും കൂടി ഇട്ടാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇവിടെ ആൾ വീണ്ടും നല്ല പരിപാടിയിലാണ്. അപ്പോൾ ഓളെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ പൈനാപ്പിൾ ഡ്രിങ്കും അതുപോലെ തന്നെ വീട്ടിലുണ്ടായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടും കൂടിയും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഉമ്മ പിന്നെ പുറത്ത് പോയപ്പോൾ കുറച്ച് ചെമ്മീൻ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മീനൊന്നും പോകാത്തതുകൊണ്ട് മീനൊക്കെ കഴിക്കാൻ നല്ല പൂതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ ഉണ്ടായപ്പോൾ അതൊന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ്.
അപ്പോൾ ബ്രെഡ് ചീസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നല്ല പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലറ്റും പൈനാപ്പിളും സമൂസ, അതുപോലെ ഇങ്ങനെ വാട്ടർ മെലൺ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പാത്രത്തിലുള്ള പൈനാപ്പിൾ ഒന്ന് സോൾട്ടഡ് ആണ്, അതുപോലെ നല്ല ഗ്രേപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് നോമ്പ് തുറന്നത്. അതും റാത്തായി തുറന്നു. അതിനുശേഷം കുറച്ച് ഇടിയപ്പം കൂടെ ഉമ്മ വീട്ടിലുണ്ടാക്കിയിരുന്നു. അതും പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റ് ഉണ്ട്. എനിവേ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഠിക്കാനും കൂടെ ആയിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ.